ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ കഴുകിയെടുത്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്ക് റാഗി വേണം കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ രണ്ടും കൂടിയിട്ട് നമുക്ക് ഒരു 4 മണിക്കൂറിന് ശേഷം വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ട് വൻപയർ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ഇനി നമുക്കിത് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർക്കണ്ട കേട്ടോ. നമ്മൾ മധുരത്തിലുള്ള വിഭവം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ദാവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ ഒരു 2 വിസിൽ വരെ വിളിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ വൻപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഞാൻ പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പൊടിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അതൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. എനിക്ക് മധുരം നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പാനിയാക്കിയിട്ട് എടുക്കാം. ഇതിൽ കച്ചറം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും അവിടെ 1 വിസിൽ വന്നിട്ടുണ്ട് കുക്കർ. പിന്നെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇത് രാഗിയാണ്. അപ്പോൾ രാഗി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൻപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പയറൊന്ന് വെന്തിക്കണം നോക്കാം. അപ്പം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ വിളിച്ചാൽ തന്നെ പാകത്തിനുള്ള വേവായിട്ട് കിട്ടും. ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് റാഗിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ തവിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൽ ഇത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട പിടിക്കും. പിന്നെ നിങ്ങൾക്ക് റാഗി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ ടേസ്റ്റ് നമ്മൾ ഇതുപോലെ അരച്ച് ചേർക്കുമ്പോഴാണ്. റാഗി ചേർത്താൽ പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ അരിച്ചെടുത്തിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ തണുപ്പ് സമയത്ത് ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണല്ലോ. ഇതിലുള്ള റാഗി ആണെങ്കിലും വൻപയർ ആണെങ്കിലും എല്ലാം ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റാണ്. ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും കൂടുതൽ 2 കപ്പോളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ചിരകാനുള്ള മടി കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള ഒരു മടിയൊക്കെ കാരണമാണ് ഇതിലേക്ക് അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ റാഗിയൊന്നും ചേർത്തിട്ട് തീരെ ഉപ്പ് ചേർത്തില്ലല്ലോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വിശപ്പ് തീരും ചെയ്യും. ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ഓഫ് ചെയ്താൽ മതി. നമ്മളിത് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴേക്കും ഇത് കട്ടിയായിട്ട് വരും. ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള ചക്കര പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല മഴയാണെങ്കിൽ നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.